ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി മീൻ മുളകിട്ടതാണ്. എപ്പോഴും ചെയ്യുന്ന രീതിയിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടും പക്ഷേ നല്ല രുചിയോടും കൂടി എങ്ങനെയാണ് മീൻ മുളകിട്ടത് തയ്യാറാക്കുന്നതെന്നാണ് കേട്ടോ നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ മീൻ മുളകിട്ടത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ പരൽ മീനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് വെട്ടി വൃത്തിയായി കഴുകി വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി മസാലകളാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂണോളം നല്ല എരിവുള്ള മുളകുപൊടി എടുക്കുന്നുണ്ട്, പിന്നെ 2 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ എടുക്കുന്നുണ്ട്, പിന്നെ 2 ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ തയ്യാറാക്കുന്ന മീൻ മുളകിട്ടതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് കേട്ടോ ചെയ്യുന്നത്. അതിനായിട്ട് ഞാനിവിടെ കറി തയ്യാറാക്കുന്ന ആ ഒരു ചട്ടി തന്നെയാണ് എടുക്കുന്നത്. ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ആദ്യം തന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് വെളിച്ചെണ്ണ നന്നായി ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മളൊരു 12 ചെറിയുള്ളിയാണ് എടുക്കുന്നത്. അത് നമ്മൾ കട്ട് ചെയ്യുമൊന്നും വേണ്ട കേട്ടോ. അത് ജസ്റ്റ് എണ്ണയിലിട്ടൊന്ന് വാട്ടിയെടുക്കാനായിട്ട് നമ്മൾ തൊലി പൊളിച്ച് അതേപടി തന്നെ നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. ചെറുതായിട്ടൊന്ന് വാടിയാൽ മതിയേ. ഇനി അതിലേക്ക് തക്കാളിയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഒരു മീഡിയം വലിപ്പത്തിലുള്ള തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് ആ ഉള്ളിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് വാട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് അതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. ആ എണ്ണയിലിട്ട് ഉള്ളിയും തക്കാളിയും ഒന്ന് നന്നായിട്ട് വാട്ടി തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് കിട്ടുന്ന ആ ഒരു പരുവത്തിന് എത്തണം കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ കുഞ്ഞുള്ളിയും തക്കാളിയൊക്കെ നന്നായി ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പൊടികൾ മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. പൊടികളൊക്കെ നന്നായി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അത് നമ്മൾ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അല്പം വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തണുത്ത ശേഷമാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. ആ ഒരു മിക്സ് നമ്മൾ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ല ഫൈനായിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. ഇതാണ് നമ്മുടെ ആ ഒരു കറിയുടെ അരപ്പ് കേട്ടോ. ഇനിയാണ് കേട്ടോ നമ്മുടെ മെയിൻ പരിപാടി. കറി തയ്യാറാക്കാനായിട്ട് അതേ ചട്ടിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ചട്ടി നന്നായി ഒന്ന് ചൂടായി കഴിയുമ്പോഴേക്കും വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയൊന്ന് മൂത്ത് വരുമ്പോഴേക്കും ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇത് നന്നായി ഒന്ന് എണ്ണയിലിട്ട് വഴണ്ടി വരുമ്പോഴേക്കും നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് വെള്ളവും ആ ഒരു മിക്സി ജാറ് കഴുകി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു സമയം തന്നെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കി ഉപ്പും ആവശ്യത്തിന് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഈ ഒരു ടൈമിൽ തന്നെ ഞാൻ കുടംപുളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല മയമുള്ള 2 കുടംപുളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. അരപ്പ് നന്നായി ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ അതിലേക്ക് മീൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ മുഴുവനായും അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് സ്പൂൺ വെച്ചോ അല്ലെങ്കിൽ ആ ചട്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചാൽ മാത്രം മതിയേ. മീനിട്ട ശേഷം നന്നായി ഒന്ന് തിളച്ച് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. നന്നായി ഒന്ന് തിളച്ച് വരുന്നത് വരെ നമുക്ക് കുറച്ച് സമയം ഒന്ന് മൂടി വെച്ചും കൂടി കൊടുക്കാവുന്നതാണ്. ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി ആ ഒരു ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറക്കല്ലേ. അങ്ങനെയെങ്കിൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ. അതേ നന്നായി ഒന്ന് തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. മീനും ഒക്കെ നന്നായി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിന് മുകളിലായിട്ട് കുറച്ച് കുരുമുളക് പൊടി തൂകിക്കൊടുക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ദേ നമ്മുടെ അടിപൊളിയായിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മീൻ മുളകിട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുവരെയും ഇതുപോലെ ഒരു മുളകിട്ടത് തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായി തയ്യാറാക്കി നോക്കണം കേട്ടോ. അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കല്ലേ. ഈ ഒരു സിമ്പിൾ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പി വീഡിയോസിനായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.